ഇപ്പം ഈ കാണുന്ന മൂവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ കാണാൻ കഴിയുന്നത്. ഷെഫീന ബീവി വന്ന് ആദ്യം എന്തൊക്കെയോ രേണുസുതിയെ പറയുന്നു. അവരൊരു വീഡിയോ പുറത്തിറക്കി റിപ്ലൈ കൊടുക്കുന്നു. ഇത് കണ്ടു നിന്ന ശാരിക KP തൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് വരുന്നു. എന്തായാലും രേണുസുതിയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ ശാരിക തന്നെയാണ് ഒരിക്കൽ ഹോട്ട് സീറ്റ് പിടിച്ചിരുത്തി അലക്കി വിട്ടത്. പല യൂട്യൂബേഴ്സിനെയും ചീത്ത വിളിച്ചുകൊണ്ടാണ് ശാരിക KP തൻ്റെ അഭിപ്രായം പറയുന്നത്. ഇവരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയ കിടന്നുള്ള യുദ്ധം ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. വന്നത് വേറൊരു കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, രേണുസുതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, രേണുസുതി വീടുമായിട്ട് ബന്ധപ്പെട്ട്, രേണുസുതി വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ എന്റെ തിരക്കുകൾ കൊണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ മറുപടി പറയാൻ പറ്റുന്നില്ല. അവൾ എന്റെ ഫ്രണ്ടും കൂടെയാണ്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഒരു അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വർക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി വളരെ ബിസി ആയിട്ട് നടക്കുന്നു, പണിയെടുത്ത് ജീവിക്കുന്നു. പക്ഷെ ഇതൊന്നും സഹിക്കാത്ത കുറെ മഞ്ഞ മീഡിയകളുണ്ട്. സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയില്ല കേട്ടോ. സാധാരണ ജനങ്ങളിൽ ഞാൻ ഇന്നും പറയുന്നു, രേണുസു നേരിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു 10,000 പേര് കൂടും. കാരണം സാധാരണ ജനങ്ങൾ ഇതിൽ പെടുന്നില്ല. ഇതിൽ പെടുന്നവർ മുഴുവൻ മറ്റേ ടാബ്ലോയിഡ്സ് ആണ്, മഞ്ഞ മീഡിയ, പിന്നെ ടോക്സിക് പേഴ്സണാലിറ്റീസ്. ഞാൻ പറയട്ടെ, ഒരു 100 മീഡിയ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അതൊരു 50% അല്ലെങ്കിൽ 40% നല്ല മീഡിയാസ് ഉള്ളൂ. ബാക്കി 60% മഞ്ഞയാണ്. മഞ്ഞ മാത്രം കാണുന്ന ആൾക്കാർ. അവർക്ക് ജീവിക്കണം, ആരെ കൊന്നിട്ടും അവർക്ക് ജീവിക്കണം. എത്രയോ പേര് സോഷ്യൽ മീഡിയ അബ്യൂസിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്നു, അല്ലേ, മരിക്കപ്പെടുന്നു. പക്ഷെ രേണുസുതി അതൊന്നും ചെയ്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. രേണുസുതി വേറെ വിവാഹം കഴിക്കാൻ പോയില്ല, രേണുസുതി വേറെ ആരുടെയും പുറകെ നടന്നില്ല, രേണുസുതി റിലേഷൻഷിപ്പിന്റെ പേരിൽ പിന്നെ എന്താ പറയാ ചീത്തപ്പേര് കേട്ടില്ല, രേണുസുതി മരിച്ചില്ല. ഞാനും രേണുസുതിയും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്റെ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല എന്ന് എന്റെ തെറ്റ്. സത്യം പറഞ്ഞാൽ ലൈവ് ഇടേണ്ടതായിരുന്നു പിന്നീട് എനിക്ക് തോന്നി. അവരുടെ വീട്ടിൽ ഞാൻ നോർമലി ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയ സമയത്ത് അതായത് അവരുടെ വീടിന്റെ ഫ്രണ്ട് മുഴുവൻ പൊളിഞ്ഞ് പലയിടത്തുനിന്നും ഇടിഞ്ഞ് പൊളിഞ്ഞ് വന്നു തുടങ്ങിയിരിക്കുന്നു. 1 ഇയർ or 2 ഇയർ മാത്രം പഴക്കമുള്ള ഒരു വീട്. അത് ഞാൻ റെൻഡർ ചെയ്തു പറഞ്ഞു. ബിൽഡർ ഇടുന്ന് കരഞ്ഞുണ്ട്. ശാരികയും അല്ലെങ്കിൽ രേണുസുതിയും കൂടി രണ്ടാമത് പറഞ്ഞൊരു പേര് ആൾക്ക് കച്ചവടം നീടോ മനുഷ്യ, കച്ചവടം ചെയ്യുമ്പോൾ അന്തസ്സായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സത്യവാനാവണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുറച്ചധികം സത്യസന്ധത കാണിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒരാൾക്ക് ഒരു വീട് ദാനം കൊടുക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ജീവിക്കാനുള്ളതാണ്, അല്ല നാളെ പൊളിച്ചുകൊണ്ട് പോകാനുള്ളതല്ല. ഇതിപ്പം പറച്ചിടത്തൊന്ന് രേണുസുതിക്ക് ഇപ്പൊ ആ വീട്ടിൽ കിടക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഇനി അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാലും അവർ മിണ്ടാതെ നിന്നോണം. അയ്യോ ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ബിൽഡറുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് രേണുസുതി കരഞ്ഞു പറയണോ?